ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ജിതിൻ. റീസെൻ്റ് ആയിട്ട് നമ്മൾ ന്യൂസിൽ കണ്ടൊരു കാര്യമാണ്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നുള്ളത് കേരളം എന്നാക്കി മാറ്റും എന്നുള്ള കാര്യം. എന്നാൽ ഒഫീഷ്യലി കേരള എന്നുള്ളത് കേരളം എന്നായി മാറിയോ? ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ആൻഡ് നമ്മൾ എക്സാമിന് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്ത് പഠിച്ചിരിക്കണം എന്നുള്ള കാര്യവും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻഡ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? കേരള എന്നുള്ള പേര് കേരളം എന്ന് ചേഞ്ച് ചെയ്തോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ജൂൺ, അതായത് ജൂൺ 2024, സോ ജൂൺ 2024 നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, കേരളത്തിൻ്റെ നിയമസഭ, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു റെസല്യൂഷൻ, ഒരു പ്രമേയം പാസ്സാക്കിയായിരുന്നു. പ്രമേയം ഇതായിരുന്നു: നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് എന്ത് ചെയ്യണം? കേരള എന്നുള്ളത് കേരളം എന്നാക്കി മാറ്റണം എന്നൊരു പ്രമേയമാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ത് ചെയ്യുന്നത്? ഐക്യകണ്ഠേന പാസ്സാക്കുന്നത്. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് എന്നിട്ട് ഈ ഒരു പ്രപ്പോസൽ എന്ത് ചെയ്തു? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലേക്ക് വെച്ചു. ആൻഡ് കഴിഞ്ഞ മാസം, അതായത് ഫെബ്രുവരി 2026 യൂണിയൻ ക്യാബിനറ്റ് എന്ത് ചെയ്തു? നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഈ ഒരു പ്രപ്പോസൽ എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. കേരള എന്നുള്ളത് കേരളം എന്നാക്കി മാറ്റാം എന്നെന്ത് ചെയ്തു? യൂണിയൻ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. എന്നാൽ നമ്മുടെ പേര്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നുള്ളത് കേരളം എന്നാക്കി ചേഞ്ച് ചെയ്യാൻ ആർക്കാണ് പവർ ഉള്ളത്? ആ ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ആ ഒരു പവർ എന്ന് പറയുന്നത് പാർലമെന്റിന് മാത്രമേ ഉള്ളൂ. ഒരു സ്റ്റേറ്റിൻ്റെ പേര് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ പവർ ആർക്ക് മാത്രമേ ഉള്ളൂ? പാർലമെന്റിന് മാത്രമേ ഉള്ളൂ. സോ പാർലമെന്റ് ഡിസൈഡ് ചെയ്യണം ഒരു സ്റ്റേറ്റിൻ്റെ പേര് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ കേരള എന്നുള്ള പേര് കേരളം എന്നാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർലമെന്റ് എന്ത് ചെയ്യണം? ഈ ഒരു കാര്യം അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബില്ല് എന്ത് ചെയ്യണം? പാർലമെന്റിൽ പാസ്സാക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഇനി നമ്മുടെ കേസിൽ, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമ്മൾ എക്സാമിന് അറിഞ്ഞിരിക്കേണ്ട കാര്യം? അപ്പോൾ നമ്മൾ പറഞ്ഞു പാർലമെന്റിന് മാത്രമേ എന്തുള്ളൂ? ഒരു സ്റ്റേറ്റിൻ്റെ പേര് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള പവർ ഉള്ളൂ. ആൻഡ് ഈ ഒരു പവർ പാർലമെന്റിന് കൊടുക്കുന്ന ആർട്ടിക്കിളാണിത്, ആർട്ടിക്കിൾ 3 എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 3 ആണ് എന്ത് ചെയ്യുന്നത്? പാർലമെന്റിന് ഒരു സ്റ്റേറ്റിൻ്റെ പവർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള പവർ കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 3 പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർട്ടിക്കിൾ 3 പാർലമെന്റിന് ഒരു പവർ കൊടുക്കുന്ന ആർട്ടിക്കിളാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർലമെന്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യാൻ സാധിക്കും. എങ്ങനെ? ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു ടെറിട്ടറി സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു സ്റ്റേറ്റ് എന്ത് ചെയ്യാം? ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ 2014 എന്ത് ചെയ്തു? ആന്ധ്രാപ്രദേശ് എന്നുള്ള സ്റ്റേറ്റിനെ രണ്ടായിട്ട് നമ്മൾ ബൈഫർക്കേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? തെലുങ്കാന എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റും കൂടി നമ്മൾ എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു കാര്യം ചെയ്തതും പാർലമെന്റാണ്. പാർലമെന്റിന് ഇതിനുള്ള പവർ കൊടുത്ത ആരാണ്? ആർട്ടിക്കിൾ 3 ആണ്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 3 പ്രകാരം പാർലമെന്റ് എന്ത് ചെയ്യാൻ സാധിക്കും? പുതിയൊരു സ്റ്റേറ്റ് ഫോം ചെയ്യാൻ സാധിക്കും. എങ്ങനെ? ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു ടെറിട്ടറി സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു സ്റ്റേറ്റ് എന്ത് ചെയ്യാം? ഫോം ചെയ്യാം. അതുപോലെ തന്നെ രണ്ട് സ്റ്റേറ്റുകളെ കമ്പൈൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? പുതിയൊരു സ്റ്റേറ്റ് ഫോം ചെയ്യാം. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു പാർട്ടും മറ്റൊരു സ്റ്റേറ്റിൻ്റെ ഒരു പാർട്ടും കൂടെ സെപ്പറേറ്റ് ചെയ്ത് അതിനെ ജോയിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? പുതിയൊരു സ്റ്റേറ്റ് ഫോം ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കേരളത്തിൻ്റെ ഒരു പോർഷനും തമിഴ്നാടിൻ്റെ ഒരു പോർഷനും കട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം? പുതിയൊരു സ്റ്റേറ്റ് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു യൂണിയൻ ടെറിട്ടറിയെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ ടെറിട്ടറി എന്ത് ചെയ്യാൻ സാധിക്കും? മറ്റൊരു സ്റ്റേറ്റുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് പുതിയൊരു സ്റ്റേറ്റ് ഫോം ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പുതുച്ചേരിയുടെ കേസ് എടുക്കുക. പുതുച്ചേരി എന്ന് പറയുന്നതാണ് ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. ഇതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? തമിഴ്നാടിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് വേറൊരു പുതിയ സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഫോം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനൊക്കെയുള്ള പവർ ആർക്കുണ്ട്? പാർലമെന്റിനുണ്ട്. ഇത് കൊടുക്കുന്ന ആർട്ടിക്കിളാണിത്, ആർട്ടിക്കിൾ 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 3 പാർലമെന്റിന് കൊടുക്കുന്ന മറ്റൊരു പവറാണെന്ത്? ഏതൊരു സ്റ്റേറ്റിൻ്റെയും ഏരിയ എന്ത് ചെയ്യാൻ സാധിക്കും? ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. സോ അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 3 പാർലമെന്റ് എന്ത് ചെയ്യാൻ സാധിക്കും? ഏതൊരു സ്റ്റേറ്റിൻ്റെയും ഏരിയ കൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏരിയ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏതൊരു സ്റ്റേറ്റിൻ്റെയും ബൗണ്ടറീസ് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം, ഏതൊരു സ്റ്റേറ്റിൻ്റെയും പേര് വരെ എന്ത് ചെയ്യാൻ സാധിക്കും? പാർലമെന്റിന് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കേരള എന്നുള്ള പേര് കേരളം എന്നാക്കി മാറ്റാൻ ആർക്ക് മാത്രമേ പവർ ഉള്ളൂ? പാർലമെന്റിന് മാത്രമേ പവർ ഉള്ളൂ. ആൻഡ് പാർലമെന്റിന് ഈ പവർ കൊടുക്കുന്ന ആർട്ടിക്കിളാണെന്ത്? ആർട്ടിക്കിൾ 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ പാർലമെന്റ് വിചാരിക്കണം ഇനി കേരള എന്നുള്ളത് കേരളം എന്നായി മാറണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്? അല്ലെങ്കിൽ ഇനി അടുത്തത് എന്ത്? നെക്സ്റ്റ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? അതെന്ത് ചെയ്യണം? നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം.
അപ്പോൾ ആ ഒരു പ്രൊസീജിയർ പറയുന്നതിന് മുന്നേ ഇതേപോലെയുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, ഇതിപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 3, അതായത് യൂണിയൻ ആൻഡ് ടെറിട്ടറീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 3. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ്, അതായത് ഇത്രയും സിംപ്ലിഫൈഡ് ഫോമിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് വേണം, ഫ്രം ദ ബേസിക് ലെവൽ നിങ്ങൾക്ക് ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന എല്ലാ SSC എക്സാംസിന് വേണ്ടിയിട്ടും നിങ്ങൾക്കൊരു സിംഗിൾ സ്റ്റോപ്പ് സൊല്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ദിശ അക്കാഡമിയുടെ SSCയുടെ പ്രീമിയം ബാച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു വർഷത്തേക്ക്, ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മുടെ SSCയുടെ കലണ്ടർ ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എല്ലാ SSC എക്സാംസിനും വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എല്ലാ എക്സാമിനും വേണ്ടിയിട്ട് ഒരൊറ്റ സിംഗിൾ കോഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷനാണ് ദിശ അക്കാഡമിയുടെ SSC പ്രീമിയം ബാച്ച്. ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് വളരെ ഒരു അഫോർഡബിൾ റേറ്റിൽ 4999 5000 റുപ്പീസിൽ താഴെ റേറ്റിലാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സ് നമ്മളിനി ഉടനെ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, 8075753676. ഇനി നിങ്ങൾ SSC എല്ലാ റെയിൽവേ എക്സാംസ് ആണ് നോക്കുന്നത്, വരാൻ പോകുന്ന എല്ലാ റെയിൽവേ എക്സാംസിനും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് ഒരു സിംഗിൾ സ്റ്റോപ്പ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു സിംഗിൾ കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിനും ദിശ അക്കാഡമി ഒരു പുതിയ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതാണ് RRB പ്രീമിയം ബാച്ച്. ഇനി വരാൻ പോകുന്ന എല്ലാ റെയിൽവേ എക്സാംസിനും വേണ്ടിയിട്ടുള്ള ഒരു സിംഗിൾ കോഴ്സ്. ഈ ഒരു കോഴ്സ് 4500 റുപ്പീസിനാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു കോഴ്സ് നമ്മൾ ഉടൻ തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഫർദർ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, 8075753676. അപ്പോൾ ഇനി എന്താണ് പ്രൊസീജിയർ എന്നുള്ള കാര്യം നോക്കാം. അതായത് കേരള എന്നുള്ള പേര് നമുക്ക് എന്ത് ചെയ്യണം, ഇനി കേരളം എന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ പാർലമെൻറ്റ് ഇതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് പ്രൊസീജിയേഴ്സ്? സോ പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. കേരള എന്നുള്ള പേര് കേരളം എന്നാക്കണമെങ്കിൽ പാർലമെൻറ്റ് എന്ത് ചെയ്യണം, ഒരു ബില്ല് പാസ്സാക്കണം. ഈ ഒരു കാര്യം അവതരിപ്പിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടുള്ള ഒരു ബില്ല് എന്ത് ചെയ്യണം, പാർലമെൻറ്റ് പാസ്സാക്കണം. ആൻഡ് ഈ ഒരു ബില്ല് പാസ്സാക്കാനായിട്ട് സിമ്പിൾ മെജോറിറ്റി മാത്രമേ ആവശ്യമുള്ളൂ. സോ സിമ്പിൾ മെജോറിറ്റിയിൽ പാർലമെൻറ്റ് എന്ത് ചെയ്യണം, കേരള എന്നുള്ള പേര് കേരളം എന്ന് ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബില്ല് എന്ത് ചെയ്യണം, പാർലമെൻറ്റിൽ പാസ്സാക്കണം ബൈ എ സിമ്പിൾ മെജോറിറ്റി. പക്ഷേ ഇവിടെ ചില കണ്ടീഷൻസ് ഉണ്ട്. ഇങ്ങനൊരു ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ് റിക്വയർസ് ദി പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് ദി പ്രസിഡന്റ്. അതായത് പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷൻ, മുൻകൂർ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, ഈ ഒരു ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കൂ. അപ്പോൾ കേരളത്തിൻ്റെ പേര് കേരള എന്നുള്ള പേര് കേരളം എന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ പാർലമെൻറ്റ് എന്ത് ചെയ്യണം, ഒരു ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് അതെന്ത് ചെയ്യണം, സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കണം. പക്ഷേ ഇങ്ങനൊരു ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ആരുടെ പെർമിഷൻ അല്ലെങ്കിൽ ആരുടെ പ്രയർ റെക്കമെൻഡേഷൻ ആവശ്യമുണ്ട്, പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷൻ ആവശ്യമുണ്ട്. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷനും ഉണ്ട്. ഇങ്ങനൊരു ബില്ലിന് പ്രസിഡന്റ് റെക്കമെൻഡേഷൻ കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ബില്ല് ഏത് സ്റ്റേറ്റുമായിട്ടാണോ ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ കേസ് ആയതുകൊണ്ട് പ്രസിഡന്റ് എന്ത് ചെയ്യണം, ഈ ഒരു ബില്ല് കേരളത്തിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് ഫോർവേഡ് ചെയ്യണം. The president should forward this bill to കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. കേരളത്തിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് എന്ത് ചെയ്യണം, ഫോർവേഡ് ചെയ്യണം. എന്നിട്ട് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയോട് ഒപ്പീനിയൻ ചോദിക്കണം. ഈ ഒരു കാര്യത്തിനകത്ത് ഒപ്പീനിയൻ ചോദിക്കാം. അപ്പോൾ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മുമ്പിലും രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ബില്ലിനകത്ത് അപ്രൂവൽ കൊടുക്കാം, ഈ ഒരു ബില്ലിനെ എന്ത് ചെയ്യാം, അപ്രൂവ് ചെയ്യാം. അതും അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ബില്ലിനെ റിജക്റ്റ് ചെയ്യാം. ഈ ഒരു ബില്ലിനെ എന്ത് ചെയ്യാൻ പറ്റും, റിജക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി പ്രസിഡന്റ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയോട് ഒപ്പീനിയൻ ചോദിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ത് ഒപ്പീനിയൻ കൊടുത്താലും അതെന്തല്ല, പ്രസിഡന്റിന്റെ മുകളിൽ ബാധകമല്ല. കേരളം ഇനി യെസ് എന്ന് പറഞ്ഞാലും നോ എന്ന് പറഞ്ഞാലും അതെന്തല്ല, പ്രസിഡന്റിനെ ബാധിക്കുന്ന കാര്യമല്ല. പ്രസിഡന്റ് എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ ഇൻഫോം ചെയ്യണം എന്ന് മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ബട്ട് ദി ഡിസിഷൻ ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് നോട്ട് ബൈൻഡിങ് ഓൺ ദ പ്രസിഡന്റ്. ലെജിസ്ലേറ്റീവ് അസംബ്ലി എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഒപ്പീനിയൻ എന്തല്ല, പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് അല്ല. സോ ലെജിസ്ലേറ്റീവ് അസംബ്ലി അറിയിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് ജോലി കഴിഞ്ഞു. പ്രസിഡന്റ് എന്ത് ചെയ്യും, ഈ ഒരു ബില്ലിന് റെക്കമെൻഡേഷൻ കൊടുക്കും. റെക്കമെൻഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബില്ല് പാർലമെന്റിൽ വരും. പാർലമെന്റിൽ ആ ഒരു ബില്ല് സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സായി കഴിഞ്ഞാൽ കേരള എന്നുള്ള പേര് എന്ത് ചെയ്യും, കേരളം എന്ന് ചേഞ്ച് ആകും. സോ പ്രൊസീജിയർ എന്താണ്, കേരള എന്നുള്ള പേര് കേരളം എന്നാകണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഇത് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് അത് സിമ്പിൾ മെജോറിറ്റിയിൽ എന്ത് ചെയ്യണം, പാസ്സാകണം. പക്ഷേ ഇങ്ങനൊരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം, പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷൻ, മുൻകൂർ റെക്കമെൻഡേഷൻ അനിവാര്യമാണ്.
മുൻകൂർ റെക്കമെൻഡേഷൻ ആവശ്യമാണ്. പക്ഷേ പ്രസിഡന്റ് പ്രയർ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ് ഈ ഒരു ബില്ലിന് റെക്കമെൻഡേഷൻ കൊടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ഈ ഒരു ബില്ല് കൺസേൺ ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് നമ്മുടെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് എന്ത് ചെയ്യണം? ഫോർവേഡ് ചെയ്യണം. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഒപ്പീനിയൻ ചോദിച്ചാൽ മാത്രം മതി. ലെജിസ്ലേറ്റീവ് അസംബ്ലി കൊടുക്കുന്ന ഒപ്പീനിയൻ എന്തല്ല? പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് അല്ല. സോ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ പ്രസിഡന്റിന്റെ ജോലി അവിടെ കഴിഞ്ഞു. പ്രസിഡന്റ് എന്ത് ചെയ്യും? ബില്ലിന് റെക്കമെൻഡേഷൻ കൊടുക്കും, ബില്ല് പാർലമെന്റിൽ വരും. ആ ഒരു ബില്ല് പാർലമെന്റിൽ സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സായി കഴിഞ്ഞാൽ കേരള എന്നുള്ള പേരെന്ത് ചെയ്യും? കേരളം എന്ന് ചേഞ്ച് ആകും. ഇനി കേരള എന്നുള്ള പേര് കേരളം എന്ന് ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരു സ്ഥലത്ത് എന്ത് ചെയ്യണം? ഈ ഒരു ചേഞ്ച് കാണിക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് ഷെഡ്യൂൾ 1. സോ അതാണെന്ത്? ഷെഡ്യൂൾ 1. അപ്പോൾ കേരള എന്നുള്ള പേര് കേരളം എന്ന് ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ ഷെഡ്യൂൾ 1-നകത്ത് എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്? ചേഞ്ച് വരുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഷെഡ്യൂൾ 1 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകളുടെ പേര്, അവരുടെ ഏരിയ. സോ ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകളുടെ പേര് അതുപോലെ തന്നെ അവരുടെ ഏരിയ. ഇന്ത്യയിലുള്ള യൂണിയൻ ടെറിട്ടറീസിൻ്റെ പേര്, അവരുടെ ജോഗ്രഫിക്കൽ ഏരിയ. ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ഷെഡ്യൂളാണെന്ത്? ഷെഡ്യൂൾ 1 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കേരള എന്നുള്ള പേര് കേരളം എന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഷെഡ്യൂൾ 1-നകത്ത് എന്ത് ചെയ്യണം? കേരള എന്ന് എഴുതിയിരിക്കുന്നത് കേരളം എന്ന് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ചേഞ്ച് വരുത്തേണ്ട മറ്റൊരു സ്ഥലമാണെന്ത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഷെഡ്യൂൾ 4 എന്ന് പറയുന്നത്. അപ്പോൾ ഷെഡ്യൂൾ 4 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് അലൊക്കേഷൻ ഓഫ് രാജ്യസഭ സീറ്റ്സ്. Allocation of seats to രാജ്യസഭ. അതായത് ഓരോ സ്റ്റേറ്റ്സിനും എത്ര രാജ്യസഭാ സീറ്റ്സ് ഉണ്ട് എന്ന് അലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഷെഡ്യൂൾ 4-ലാണ്. അതായത് കേരളത്തിന് ഇത്ര രാജ്യസഭാ സീറ്റ്സ്, UPക്ക് ഇത്ര രാജ്യസഭാ സീറ്റ്സ് എന്ന അലൊക്കേഷൻ നടത്തിയിരിക്കുന്നത് ഷെഡ്യൂൾ 4-നകത്താണ്. അപ്പോൾ കേരള എന്നുള്ള പേര് കേരളം എന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഷെഡ്യൂൾ 4-നകത്ത് എന്ത് ചെയ്യണം? കേരള എന്നുള്ളിടത്ത് കേരളം എന്ന് എഴുതി ചേർക്കേണ്ട ആവശ്യം ഉണ്ട്. ഇവിടേക്കാണ് എന്ത് ചെയ്യുന്നത്? മെയിനായിട്ട് ചേഞ്ചസ് വരുന്നത്. അപ്പോൾ ഇതാണെന്ത്? പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. കേരള എന്നുള്ള പേര് ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല? കേരളം എന്ന് ഒഫീഷ്യലി ചേഞ്ച് ആയിട്ടില്ല. ചേഞ്ച് ആകണം എന്നുണ്ടെങ്കിൽ പാർലമെൻറ്റ് എന്ത് ചെയ്യണം? ഒരു ബില്ല് പാസ്സാക്കണം. കേരള എന്നുള്ള പേര് കേരളം എന്ന് ചേഞ്ച് ആക്കുന്ന ഒരു ബില്ല് എന്ത് ചെയ്യണം? പാർലമെൻറ്റിൽ പാസ്സാക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഒഫീഷ്യലി നമ്മുടെ പേര് കേരളം എന്ന് ചേഞ്ച് ആകുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ സീരീസാണ്. നമ്മളിതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ സീരീസ് ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് റീസെൻ്റ് ആയിട്ട് ന്യൂസിൽ വരാറുള്ള ചില കോൺസെപ്റ്റ്സ്, അതിന് നമ്മുടെ GK സബ്ജക്ട്സിലെ ഏതെങ്കിലും സ്റ്റാറ്റിക് പോർഷനുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ സീരീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്കിനെയും ഒപ്പീനിയനെയും ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇതുപോലുള്ള ഇനിയും വീഡിയോസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. Thank you.